കാട്ടിൽ ആനകളുടെ എണ്ണം കുറയുന്നുണ്ട് വയനാടൻ കാടുകളിൽ എന്ന് പറയുമ്പോഴും ആനകൾ നാട്ടിലിറങ്ങുന്ന ആനകളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ച ഒരു പശ്ചാത്തലമാണ്. സ്വൈര്യമായ ജനജീവിതത്തിന് ഇതൊക്കെ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. ആക്രമണകാരികളാണ് മിക്ക കാട്ടാനകളും. ഒറ്റയാനകളായി വരുന്നവരാണ്. ഒറ്റയാനകൾ സ്വാഭാവികമായും ആക്രമണകാരികളാണ്. ജനങ്ങൾ വലിയ ഭീതിയിലാണ്. വല്ലാതെ പെരുകുന്നുണ്ട് വന്യമൃഗങ്ങൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഇവയെ മയക്കുപിടി വെച്ച് വീണ്ടും കാട്ടിൽ തുറന്നുവിടുക എന്നുള്ള ദൗത്യമാണ് പലപ്പോഴും വനംവകുപ്പ് മറ്റും ചെയ്തു വരുന്നത്. പക്ഷേ മയക്കുപിടി വെച്ച് കാട്ടിൽ തുറന്നുവിട്ടാലും വീണ്ടും തിരിച്ചു വരും. ഷംസാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷംസാദ്, ഇത് ആദ്യത്തെ തവണയല്ല, പലതവണയായി വയനാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഇങ്ങനെ തകർന്നിട്ട് വല്ലാത്തൊരവസ്ഥയാണ്. ഇത് ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? ഇത് ആരുടെ പ്രശ്നമായാണ് താങ്കൾ കാണുന്നത്? വയനാട്ടിലെ ജനങ്ങളുടെ ജീവിക്കുന്ന രീതി എന്ന വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ്. പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. ആനയും കടുവയും പുലിയും കരടിയും എല്ലാ തരത്തിലുള്ള വന്യമൃഗങ്ങളുടെയും ആക്രമണം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ബാധിക്കുന്നു. ഇത്രയും വലിയൊരു ഗൗരവമുള്ള ഒരു വിഷയത്തിലൂടെ ഈ ജില്ല കടന്നുപോകുന്നു. ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയും വലിയ ആശങ്കയും വലിയ ഭയവും ഒക്കെയുള്ള സാഹചര്യത്തിൽ പോലും ഒരു വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ നടന്ന അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. മുന്നറിയിപ്പ് നൽകുന്നതിനോ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിനോ ഒരു സംവിധാനമൊന്നും വനം വകുപ്പിന്റെ ഭാഗത്തുണ്ടായില്ല. ഒരു ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ ഉണ്ടാകണമെന്ന് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട വനമന്ത്രി പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോഴെങ്കിലും അതങ്ങനെ ഒരു ബോധം വനമന്ത്രിക്ക് തെളിഞ്ഞതിൽ അഭിനന്ദിക്കുന്നുണ്ട് അദ്ദേഹം. കാരണം ഇപ്പോഴാണല്ലോ പുള്ളിക്ക് മനസ്സിലായത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനായെന്നെങ്കിലും. അതിന് മുമ്പും വയനാട്ടിൽ പ്രജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. വനംവകുപ്പ് മന്ത്രി ഇവിടെ വരികയോ ആ വീട്ടിൽ പോവുകയോ ചെയ്യാത്തൊരു വനംവകുപ്പ് മന്ത്രിയാണ്. അതിനുശേഷം അജീഷിന്റെ മരണമുണ്ടായി. പുൽപ്പള്ളി ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായി. ആ കടുവ വന്നത് കർണാടക അതിർത്തിയിൽ നിന്നാണ്. കർണാടകയിൽ നിന്ന് വരുന്നു, നമ്മളുടെ പ്രദേശത്ത് കയറി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു. കടുവ തിരിച്ചു പോവുകയും അവിടെ ഭീതി വരുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇത് ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ നിർബന്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ യാതൊരുവിധ നടപടി എടുക്കാതെ ഇപ്പൊ താൽക്കാലികമായി ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നതാണ് ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുമെന്നൊക്കെ. ഇതുണ്ടാക്കാൻ ഇത്ര വലിയ താമസത്തിന്റെ ആവശ്യമില്ല. ഒരു ഇനീഷ്യേറ്റീവിന്റെ ആവശ്യമുണ്ട്. ആ ഇനീഷ്യേറ്റീവ് പോലും എടുക്കാത്ത ഒരാളാണ് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി. നിർഭാഗ്യവശാൽ ആ വനം വകുപ്പ് മന്ത്രിക്കാണ് ഞങ്ങളുടെ ജില്ലയുടെ ചുമതലയും സർക്കാർ കൊടുത്തിരിക്കുന്നതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പ്രശ്നം. ശ്രീ ഷംസാദ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ നേരത്തെ ഒരു തണ്ണീർ കൊമ്പൻ, നമുക്കറിയാം അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അറിയാം. വെടിവെച്ചു, മരിച്ചു, ആന ചരിഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ തണ്ണീർ കൊമ്പനൊപ്പം മറ്റൊരു ആന കൂടി ചുറ്റിത്തിരിയുന്നുണ്ട് എന്ന സന്ദേശം ഉണ്ടായിരുന്നു വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ചില സൂചന ഉണ്ടായിരുന്നു. ഈ ആ കൊമ്പൻ തന്നെയാണ് ഇത് എന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പം അതിനെ അങ്ങനെ ഒരു കൊമ്പൻ ഉണ്ടെങ്കിൽ അതിനെ ജനവാസ മേഖലയിലേക്ക് കടത്തിവിടാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ്. അത് സംഭവിച്ചില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. തീർച്ചയായും നമ്മളോട്, വയനാട്ടുകാരോട് ഇത്തരത്തിലൊരു ആന കൂടെ നമ്മുടെ വനാതിർത്തിയിലുണ്ട് എന്ന് പറഞ്ഞത് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥയ്ക്ക് ഒരു പ്രത്യേകത കൂടെയുണ്ട്. വയനാട് ജില്ലയിലെ വന്യമൃഗശല്യം ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തര സമരങ്ങളും നിരന്തര പ്രക്ഷോഭവും വന്നപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വനം വകുപ്പ് മന്ത്രി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എന്ന് പറയുന്നത് ദീപ എന്ന് പറയുന്ന കണ്ണൂർ CCF-ന് വയനാടിന്റെ ചുമതല കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ തീരുമാനം. ഈ തീരുമാനം എടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, എന്ത് അധികാരമാണ് ആ CCF-ന് വയനാടിന്റെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിലോ ഇടപെടുന്നതിലോ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒരു അധികാരവുമില്ല. പക്ഷെ ഇവിടുത്തെ DFO-മാരോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡനോ നേരിട്ട് സംസ്ഥാനത്തെ തലത്തിലേക്ക് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഈ ചാർജുള്ള ഓഫീസർ വഴി ബന്ധപ്പെടുന്നു എന്നല്ലാതെ, മീറ്റിംഗിൽ പങ്കെടുക്കുന്നു, പത്രസമ്മേളനത്തിൽ വരുന്നു എന്നല്ലാതെ ഒരു കടുവ ഇറങ്ങിയാൽ കൂട് വെക്കാനുള്ള അനുമതി നൽകാൻ പോലും ഈ ആൾക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വെറുതെ ആളുകളെ പറ്റിക്കുന്ന ചില തീരുമാനങ്ങളാണ്. ഈ ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ വാർത്ത ഞാൻ കണ്ടത് ന്യൂസ് 18-ലാണ്. ഞാനത് കണ്ടതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. അത് ഇപ്പൊ താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടി വനംവകുപ്പ് മന്ത്രി ഇത് പറയുകയും ഇത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് കൈകഴുകുകയും ചെയ്യും. ഈ ഉദ്യോഗസ്ഥർ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായുള്ള സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ചില ഇടപെടൽ, അതല്ലല്ലോ ഇന്റർ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒഫീഷ്യലി ആയിക്കൊണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞു. ഇത് തിരിച്ച് കർണാടകയിലുണ്ടെങ്കിൽ കർണാടക ഇടപെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിന് അതിൽ ഇടപെടാൻ കഴിയുക? അല്ലെങ്കിൽ തമിഴ്നാട് ഇടപെടുന്നുണ്ട് കൃത്യമായി. തമിഴ്നാടിന് ഇപ്പൊ ഗൂഡല്ലൂര് നമ്മളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണത്തിൽ ഒരു കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി.
കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. വലിയ പ്രതിസന്ധിയുണ്ട്. അതും ഏകദേശം വയനാട്ടിലേക്ക് അടുത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതിലൊന്നും ഇടപെടാതിരിക്കുന്ന ഒരു വനം വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ് വലിയ പരാജയമാണ് അദ്ദേഹം. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ മുതൽ പറയുന്നതാണ്, വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നതിൽ വന്ന അപാകത ഉണ്ടായിട്ടുണ്ട്. മുന്നറിയിപ്പ് നൽകണം എന്നുള്ളത് കൃത്യമായി നമ്മൾ അന്ന് പറഞ്ഞതാണ്. അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വനം വകുപ്പിന് ഒരു തരത്തിലും ഉണ്ടായി. DFO സ്ഥലത്തില്ല. റേഞ്ച് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഈ ആനയുടെ പുറകെയുള്ള തുരത്തൽ പ്രക്രിയ നടത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ. DFO ഇന്നലെ പോലും സ്ഥലത്തില്ല, അത് ലീവിലാണ്. അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇതിനൊരു കോർഡിനേറ്റ് ചെയ്യാൻ ഇന്നലെ ഈ സംഭവം നടന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ദീപ എന്ന് പറയുന്ന CCF വയനാട്ടിൽ വരുന്നത് വരെ ഒരു വനം വകുപ്പിന്റെ വലിയ ഉദ്യോഗസ്ഥനും ഒരു മേലുദ്യോഗസ്ഥനും കൂടി ഈ ജില്ലയിലില്ല എന്നുള്ളത് ഖേദകരമാണ്. അപ്പൊ ഇത്രയും ലാഘവത്തോടു കൂടിയാണ് വയനാട് ജില്ലയിലെ വന്യമൃഗശല്യം വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, നമുക്ക് അവിടെ നിന്ന് സിഗ്നലുകൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ വാദത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. കർണാടക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നത് അല്ലാതെ മനുഷ്യൻ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും മനുഷ്യന്റെ ജീവൻ ഒരേ വിലയാണ്. പക്ഷെ അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വനം വകുപ്പ് മന്ത്രി എന്ത് ചെയ്യുമായിരുന്നു ആ സമയത്ത്? ഇവിടെയുള്ള DFO ചോദിച്ചിട്ട് സിഗ്നലുകൾ തരുന്നില്ല, ശരിയാണ്. CCF ചോദിച്ചിട്ട് തരുന്നില്ല. കേരളത്തിലൊരു വനം വകുപ്പ് മന്ത്രിയില്ലേ, അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടോ? കേരളത്തിലൊരു മുഖ്യമന്ത്രിയില്ലേ? കർണാടകയിലെ ഒരു മുഖ്യമന്ത്രിയില്ലേ? കർണാടകയിൽ വനം വകുപ്പ് മന്ത്രിയില്ലേ? ഏത് രീതിയിലുള്ള ഇടപെടലാണ് നമ്മളുടെ ഭാഗത്തുണ്ടായത്? ഒരു തരത്തിലും നമ്മൾ ഇടപെട്ടിട്ടില്ല. നമ്മൾ ഇവിടെയുള്ള DFOമാർ പറഞ്ഞ പോലെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പരസ്പരമുള്ള ആശയവിനിമയം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അത് സംഭവിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ, മനുഷ്യജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് കുറച്ചു നാളത്തേക്കെങ്കിലും നമ്മുടെ അധികാരികളൊക്കെ, മന്ത്രി അടക്കം ഉണരുന്നത്. അപ്പോൾ കുറെ വാർത്താ സമ്മേളനങ്ങൾ നടത്തും, കാര്യങ്ങൾ പറയും. പിന്നീട് വീണ്ടും ജനം പതിവ് പോലെ അവരുടെ ദിനചര്യകളിലേക്ക് മാറും. വീണ്ടും ആനകൾ ഇറങ്ങും, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. ഇത് തന്നെയാണ് കാലങ്ങളായി നടക്കുന്നത്. വന്യമൃഗശല്യം പരിഹരിക്കാൻ നമ്മൾ വിവിധ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി നമ്മളുടെ ഒരു മരണം, പ്രജീഷിന്റെ മരണവും അതിന് സാലുവിന്റെ എന്ന് പറയുന്ന ഒരു കർഷകനെ കടുവ പിടിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞങ്ങൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം, ഏത് രീതിയിലുള്ള മിറ്റിഗേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കണം, അതിന് ഫണ്ടിന്റെ അപര്യാപ്തതയിൽ MLA മാർ, രാഷ്ട്രീയത്തിന് അതീതമായി വയനാട്ടിലെ MLA മാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് കൂടുതൽ തുക ഞങ്ങൾ തരാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഞങ്ങൾ പണം നൽകാം, സർക്കാരിന്റെ പണം നൽകാം, കേന്ദ്ര ഗവൺമെന്റിന്റെ പണം. ഇത് ജീവിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. ഞങ്ങൾ എല്ലാവരും തയ്യാറായി നിന്നു. മാസ്റ്റർ പ്ലാൻ ഇവർ തയ്യാറാക്കി. ഇത് തിരുവനന്തപുരത്ത് ഓഫീസിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 6 മാസം പിന്നിട്ടില്ലേ? ഈ മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കിയത് അംഗീകരിച്ച്, ഇത് വയനാടിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ച് ഇതിലേക്ക് ഫണ്ട് റേസ് ചെയ്യാൻ ഒരു ഉന്നത തലത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിയല്ലേ? ഇദ്ദേഹം എന്ത് ചെയ്യാണ് അവിടെ ഇരുന്നിട്ട്? ഈ മാസ്റ്റർ പ്ലാൻ ഇവിടുന്ന് തയ്യാറാക്കി 475 കോടി രൂപയോളം ചെലവ് വരുന്ന രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. ഞങ്ങൾ ഒറ്റയടിക്ക് അത് പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഞങ്ങൾ അത് ഒറ്റയടിക്ക് പൂർത്തിയാക്കണം എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ മാസ്റ്റർ പ്ലാൻ ഇവിടെ നിന്ന് അയച്ച് അത് തിരുവനന്തപുരത്തെ വനം വകുപ്പിന്റെ ഓഫീസിലെത്തി അത് അംഗീകരിച്ച് അതിനനുസരിച്ച് വിവിധ സ്കീമുകൾ, ഇപ്പൊ ഞങ്ങൾ വയനാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ മാത്രം, ജില്ലാ പഞ്ചായത്തും അടക്കം ചേർന്ന് 150 കോടി രൂപയുടെ പ്രപ്പോസൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ RIDF-ൽ നിന്ന് ലോൺ എടുക്കുന്നതിന് വേണ്ടി അതിന്റെ 20% തുക ആര് വഹിക്കുമെന്നുള്ള തർക്കം ഞങ്ങൾ വഹിച്ചോളാം, പഞ്ചായത്തുകൾ വഹിച്ചോളാം. ഞങ്ങൾക്ക് അനുമതി തന്നാൽ മതി അത് നടത്താൻ. ഞങ്ങൾ അതിന്റെ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കണം. അതിൽ ഫോറസ്റ്റുകാർ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന അവരുടെ മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്, അത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, അതിൽ വീണ്ടും മാറ്റങ്ങൾ നിർദ്ദേശിക്കാം. അതൊന്ന് അംഗീകരിപ്പിച്ചെടുക്കാൻ, അതൊന്ന് ഫൈനലൈസ് ചെയ്യാൻ ഈ വനം വകുപ്പ് മന്ത്രി എന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്? ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഈ രീതിയിൽ വളരെ ലാഘവത്തിലാണ് വയനാട്ടിലെ പ്രതികരണത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം. ഇത്തരത്തിൽ വനം വകുപ്പിനെതിരെ വിവിധങ്ങളായ ആക്ഷേപങ്ങൾ ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. കൃത്യമായ മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്നില്ല. ജനവാസ മേഖലയിലേക്ക് കടക്കുന്നു എന്നതൊക്കെ തടയാം വനം വകുപ്പൊക്കെ വിചാരിച്ചാൽ. ഒരു മരണമൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഒരു 47കാരന്റെ ജീവനാണ് ഇന്നലെ നഷ്ടപ്പെട്ടത് എന്നതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ വരാം.